വിഷു കൂടാനും എന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാനും നാട്ടിൽ ഒരുപാട് പേര് വരും. തലേ ദിവസം അവര് നാണയം കൊണ്ടുവരും. അല്ലാതെ ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? വല്യമ്മയും നരേന്ദ്രചേട്ടനും ഒക്കെ എന്റെ കയ്യിൽ നിന്നാ കൈനീട്ടം വാങ്ങുന്നേ. അപ്പൊ നാളെ എല്ലാവർക്കും ഐശ്വര്യമായിട്ട് ഇവളുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കാം. ആ, നാളെ വിഷുസദ്യ ഒരുക്കണ്ടേ അമ്മേ? വേണം വേണം. ഇനിയിപ്പൊ അത് മാത്രമായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? വിഷുസദ്യ ഒരുക്കുന്നുണ്ട്. നീ അത് തീർത്തിട്ട് പോകാൻ നോക്ക്. വിഷുസദ്യ ഞാൻ ഒരുക്കിക്കോളാം. കാവേരിയപ്പച്ചിയും രാജേട്ടനും കൂടെ നിന്നാ മതി. അതിനെന്താ, നമുക്ക് നല്ല സദ്യ തന്നെ ഒരുക്കാം. അമ്മേ, ഇനി കുറച്ച് സ്വർണം കൂടി കണി കാണാൻ വെക്കണം. എന്റെ കയ്യില് സ്വർണ്ണൊന്നുമില്ല. അമ്മ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ തരുമോ? മോള് വാ. എന്താ സഞ്ജു ഇത്? നീ താലി കെട്ടിയ പെണ്ണല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ? തിരിച്ചറിവില്ലാതെ അവൾ ഓരോന്ന് സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നതിന് എന്തിനാ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്? വീട്ടിലെ സമാധാനം തകർക്കാനോ? കഴിഞ്ഞ വർഷവും അവള് തന്നെയല്ലേ ഇതൊക്കെ ചെയ്തത്? അല്ലെങ്കിൽ ന്യായീകരിക്കാൻ ഇവിടെ ആളുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കുന്നേ? കഷ്ടം. സഞ്ജു, കൃഷ്ണ, ഈ വീട്ടിലെ എന്റെ ആദ്യത്തെ വിഷുവാ. ഈ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും നേരണേ. സഞ്ജുവേട്ടന് ഒരാപത്തും വരാതെ എന്റെ താലി കാത്തോളണേ. ഈ വീട്ടിലെ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകണേ. ഞാനേ സഞ്ജുവേട്ടനെ കണി കാണിക്കാൻ കൂട്ടിയിട്ട് വരാം. അയ്യോ വേണ്ട മോളെ, ഈ നേരത്തെ അവനെ വിളിച്ചുണർത്തണ്ട. അല്ല, അവൻ കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങിക്കോട്ടെ. വിഷുക്കണി വേണം സഞ്ജുവേട്ടനെ ആദ്യമായിട്ട് കാണാൻ. അതിന് മുറിയിൽ പോയി കൂട്ടിക്കൊണ്ടുവരാതെ പറ്റില്ല. അവന് കണി കാണുന്നതിലൊന്നും വിശ്വാസമില്ല മോളെ. അവനെ തട്ടി ഉണർത്തി വഴക്ക് കേൾക്കാൻ നിൽക്കട്ടെ മോളെ. വഴക്ക് കേട്ടാലും വേണ്ടില്ല. അതുകൊണ്ട് ഗുണമുണ്ടാവില്ലേ? ഒരു വർഷത്തെ നേട്ടാ വിഷുക്കണി കാണുന്നതിലൂടെ സഞ്ജുവേട്ടന് കിട്ടാൻ പോകുന്നത്. അത് വേണ്ടെന്ന് വെക്കാൻ പാടില്ല. ലച്ചു, ഞങ്ങള് പറയുന്ന നീ കേക്ക്. സഞ്ജുവിനെ വിളിച്ചുണർത്താൻ നീ ഇപ്പം പോണ്ട.
അവന് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ ഞങ്ങൾ ഇത് പറയുന്നത്. സഞ്ജുവേട്ടനെ എല്ലാവരും സഞ്ജുവേട്ടന്റെ വഴിക്ക് വിട്ടതാ കുഴപ്പമായത്. ഇനി ആ ശീലങ്ങളൊക്കെ എനിക്ക് മാറ്റിയെടുക്കണം. നിങ്ങൾ കണ്ടോ എന്റെ കൂടെ സഞ്ജുവേട്ടൻ കണി കാണാൻ വരുന്നത്. ഞങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ട് ആദ്യത്തെ വിഷുവാ. ഈ വിഷുക്കണി സഞ്ജുവേട്ടൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ ചെയ്തതിനൊക്കെ എന്താ അർത്ഥമുള്ളത്? നീ എന്താ ഞങ്ങളുടെ വാക്കിന് പുല്ലുവില്ലയാണോ കൽപ്പിക്കുന്നത്? ഒരു കാര്യം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. ഞാൻ എന്റെ ഭർത്താവിനെയല്ലേ വിഷുക്കണി കാണിക്കാൻ കൊണ്ടുവരുന്നുള്ളൂ. മറ്റാരെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്നൊന്നുമില്ലല്ലോ. അത് പാടില്ലെന്ന് പറയുന്നതല്ലേ അപ്പച്ചി തെറ്റായിട്ടുള്ളത്? ഇതെന്റെ അവകാശമല്ലേ? മോളെ ലച്ചു ലച്ചു അയ്യോ അവൻ അവളുടെ ഭർത്താവാണെങ്കിൽ അവള് പറഞ്ഞാൽ ശരി തന്നെ. നല്ലയാളാ. പൈപ്പടിക്കാതെ വന്നു കിടന്ന് ഉറങ്ങുന്നേ. ദൈവമേ, അമ്മ റൂമിൽ വന്നു. ഇവളെന്തിനാ ഈ നേരത്തെ കാര്യം വന്നത്? ഇതൊക്കെയാ പറയുന്നത്, എന്ത് കാര്യത്തിനും കൂടെ ഒരാള് വേണമെന്ന്. ഇപ്പൊ വെള്ളം വീഴുന്നില്ലല്ലോ. എനിക്ക് തോന്നിയതാണോ? ഇതകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണോ? ഇതിനകത്തുള്ളത് ഇവിടെ ആര് വരാനാ? തുറക്കാൻ കഴിയാത്തതാ മനസ്സിലാവാത്തത്. ഇനി അകത്തുനിന്ന് ലോക്കായി പോയതായിരിക്കോ? ഇപ്പൊ ഒച്ചയൊന്നും കേൾക്കുന്നുമില്ല. അയ്യോ, സഞ്ജുവേട്ടനെ വിളിച്ചാ കണ്ണു തുറക്കും. കണ്ണടച്ച് വേണം കണി കാണാൻ പോവാൻ. നീ എവിടെയാ? സഞ്ജുവേട്ടാ, കണ്ണു തുറക്കല്ലേ. ആദ്യം നീ പോയി കണി കണ്ടോ, ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ. അത് നടക്കില്ല സഞ്ജുവേട്ടാ. സഞ്ജുവേട്ടൻ വന്ന് കണി കണ്ടേ പറ്റൂ. അയ്യോ, കണ്ണടക്കി സഞ്ജുവേട്ടാ. വിഷുക്കണി കാണാൻ നേരത്തെ കണ്ണ് തുറക്കാവൂന്ന് അറിയില്ലേ? ഞാൻ ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. ഇനി പയ്യെ എഴുന്നേറ്റ് വാ. ഞാൻ വരാം. പിടിപിടി, പൊയ്ക്കോ. ഇല്ല, വരാനല്ലേ പറഞ്ഞത്.
സഞ്ജുട്ടൻ മെല്ലെ നടക്ക്. വിഷുക്കണി കാണാനും സഞ്ജുട്ടാ, ഒന്നും പറയണ്ട. ദേ അങ്ങോട്ടേക്ക് പോ. സഞ്ജുടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പതുക്കെ. സഞ്ജുട്ടാ കണ്ണു തുറക്കല്ലേ. അവള് പറഞ്ഞതുപോലെ ചെയ്ത് കാണിച്ചു തന്നു. അച്ഛനും ശ്രീദേവി ഇതൊന്നും കാണുന്നില്ലേ? കാണുക മാത്രമല്ലല്ലോ വല്യേച്ചി, കണ്ട് ആസ്വദിക്കല്ലേ. അവൾക്കോ ബോധമില്ലെന്ന് പറയാം. അവനെന്തിനാ നിന്നു കൊടുക്കുന്നേ? എന്റെ മോളുടെ സങ്കടം ഞാൻ എങ്ങനെ കണ്ടു നിൽക്കും? ഇത് വിഷുക്കണിയല്ല, വിഷുക്കൊലയാ. ഇനി സഞ്ജുട്ടൻ കണ്ണു തുറന്നേ. ഒന്ന് കൈകൂപ്പ് സഞ്ജുട്ടാ. സഞ്ജുട്ടൻ കൈകൂപ്പ്. തൊഴുതേ. അമ്മ പറയാറുള്ളത് പോലെ ഇപ്പൊ രാജകുമാരനായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? നാണം കെട്ട ഏർപ്പാട് തന്നെ. ആ ഇനി സഞ്ജുട്ടൻ എനിക്ക് വിഷു കഴിഞ്ഞിട്ടെന്താ? സഞ്ജു ആണല്ലോ വിഷു കൈനീട്ടം കൊടുക്കുക. ഇനി അതും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ സഞ്ജു എന്നെ ചെയ്ത് കണ്ടാ കൊള്ളാം. സ്വാതി വാ. വാ മോളെ, ചെല്ലേ.
കൈനീട്ടം കൊടുക്കേണ്ടത് ഭാര്യയ്ക്ക് സഞ്ജുവേട്ടാ. എനിക്ക് തന്നിട്ടേ സഞ്ജുവേട്ടൻ വേറെ ആർക്കും കൈനീട്ടം കൊടുക്കാവൂ. വിഷു കൈനീട്ടം തരൂ. അവളുടെ ഭർത്താവ് അവനാണെങ്കിൽ അവൾക്കവൻ കൈനീട്ടം കൊടുക്കും. ഇനി ഈ വേഷം കെട്ടി ഞാനിവിടെ എന്തിനു നിൽക്കണം? വിവാഹം കഴിഞ്ഞ് സഞ്ജുവത്തുള്ള ആദ്യത്തെ വിഷുവാ. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. സഞ്ജുവിന് കണ്ണുപൊത്തിക്കൊണ്ടുപോയി കണി കാണിക്കണം, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. സഞ്ജുവിന്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ വിഷു കൈനീട്ടം വാങ്ങണം. എല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമായല്ലോ ഈശ്വര. പാവം, നല്ല വിഷമമുണ്ട്. എന്റെ സ്വാതിയുടെ പിണക്കം അങ്ങ് തീർക്കണമല്ലോ. സഞ്ജു വേണ്ട, വിട്ടേ. ഏയ് ഏയ് വേണ്ട സ്വാതി, വേണ്ട, എന്നോട് മിണ്ടാൻ വരണ്ട. പിന്നെ ഞാൻ ആരോടെ മിണ്ടുന്നത്? എനിക്കൊന്നും കേൾക്കണ്ട, പോ. അത് പറഞ്ഞ പറ്റില്ലല്ലോ, കേൾക്കണമല്ലോ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാ പറ്റുമോ? എന്റെ പുന്നാര ഭാര്യയുടെ അടുത്ത് എപ്പോഴും ഞാൻ വേണ്ടേ? ഓ, വിഷു കൈനീട്ടം കൊടുത്തപ്പോ ഈ പരിഗണനയൊന്നും കണ്ടില്ലല്ലോ. അത് എന്റെ സ്വാതിക്ക് ഞാൻ തരാൻ ഒരുങ്ങിയ കൈനീട്ടം അമ്മ വാങ്ങി. എന്ത് ചെയ്യാനാ, അവൾക്ക് സുഖമില്ലാത്തല്ലേ. ഒന്നും അറിഞ്ഞോണ്ടല്ലോ. എന്റെ കണ്ണുപൊത്തി വിഷുക്കണി കാണിക്കാൻ അമ്മ എന്നെ കൊണ്ടുപോയപ്പോഴെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് സമ്മതിച്ചതാ. വെറുതെ അമ്മുനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. അതെല്ലാം സ്വാതി വല്ലാണ്ട് വേദനിപ്പിച്ചു അല്ലേ? സോറി. അതിന് സഞ്ജു എന്നോട് സോറി പറയുന്നത് എന്തിനാ? എനിക്ക് അമ്മൂനോടുള്ള സ്നേഹം കൊണ്ട് സഞ്ജു എല്ലാം സഹിക്കുമെന്ന് എനിക്കറിയാം. അമ്മൂന്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ സഞ്ജു കണ്ണുപൊത്തി വിഷുക്കണി കാണിക്കുന്നതും ആദ്യത്തെ കൈനീട്ടം സഞ്ജുവിൽ നിന്ന് വാങ്ങുന്നതും ഒക്കെ ഞാൻ ഒരുപാട് കൊതിച്ചുപോയി. പെട്ടെന്ന് അതെല്ലാം നഷ്ടപ്പെട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. അതാ. എങ്കിലേ അങ്ങനെ വിഷമിക്കേണ്ട ഒരാവശ്യമില്ലെന്നാ ഞാൻ പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ സ്വാതിയെയും സ്വാതി എന്നെയല്ലേ കണി കണ്ടത്? ഒന്ന് ഓർത്തു നോക്കിയേ.
സഞ്ജു 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 ഇന്ന് വിഷുക്കണിയാ, എഴുന്നേക്ക്. സഞ്ജു